ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ്. ഇപ്പോൾ നമ്മൾ CBSE ക്ലാസ് 7 ഹിസ്റ്ററി ചാപ്റ്റർ 9 ദ മേക്കിംഗ് ഓഫ് റീജിയണൽ കൾച്ചേഴ്സ് എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും വേണം. ഓക്കെ. അതുപോലെ നമ്മുടെ മറ്റൊരു ചാനലായ എക്സാം ടോപ്പേഴ്സും നിങ്ങളെല്ലാം കയറി കാണണം. അവിടെ നിങ്ങൾക്ക് വേണ്ട മാത്സ് അതുപോലെ ഇതിൻ്റെയൊക്കെ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും അതുപോലെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെയാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ അതും കൂടി കയറി കാണുക. ഓക്കെ. പെയിൻറ്റിംഗ് ഫോർ പാട്രൺസ്, ദി ട്രഡീഷൻ ഓഫ് മിനിയേച്ചേഴ്സ്. അനദർ ട്രഡീഷൻ ദാറ്റ് ഡെവലപ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ് വാസ് ദാറ്റ് മിനിയേച്ചർ പെയിൻറ്റിംഗ്. മിനിയേച്ചേഴ്സ്, as their very name suggests, are small sized paintings generally done in water color on cloth or paper. അതായത് മിനിയേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിയേച്ചർ ഈസ് എ സ്മോൾ സൈസ്ഡ് പെയിൻറ്റിങ്. ദീസ് പെയിൻറ്റിങ്സ് ആർ മെയ്ഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് വാട്ടർ കളർ ഓൺ ക്ലോത്ത് ഓർ പേപ്പർ. അതായത് മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ സ്മോൾ സൈസ്ഡ് പെയിൻറ്റിംഗ് ആണ്. അത് ക്ലോത്തിലോ അല്ലെങ്കിൽ പേപ്പറിലോ വാട്ടർ കളർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഓക്കെ. ദി ഏർലിയസ്റ്റ് മിനിയേച്ചേഴ്സ് വെയർ ഓൺ പാം ലീവ്സ് ഓർ വുഡ്. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ മിനിയേച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തിരുന്ന എവിടെയായിരുന്നു? പാം ലീവ്സിൽ അല്ലെങ്കിൽ വുഡിലായിരുന്നു. പാം ലീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പനയിൽ അല്ലേ? പനയോലയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള തടികളിലോ ഒക്കെ ആയിരുന്നു മിനിയേച്ചേഴ്സ് പെയിൻറ്റിങ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. Some of the most beautiful of these found in Western India were used to illustrate Jaina text. അതുപോലെ ജൈനന്മാരുടെ ടെക്സ്റ്റുകൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മിനിയേച്ചേഴ്സ് പെയിൻറ്റിങ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിനിയേച്ചേഴ്സ് പെയിൻറ്റിങ് ഒക്കെ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്നു. ദി മുഗൾ എംപറേഴ്സ് Akbar, Jahangir and Shahjahan patronized highly skilled painters who primarily illustrated manuscripts containing historical accounts and poetry. These were generally painted in brilliant colors and portrayed court scenes, scenes of battle or hunting, and other aspects of social life. മുഗൾ ചക്രവർത്തിമാരായിട്ടുള്ള അക്ബർ, ജഹാംഗീർ, അതുപോലെ ഷാജഹാൻ മുതലായവർ ഇങ്ങനെയുള്ള പെയിൻറ്റേഴ്സ്, അതായത് ഈ മിനിയേച്ചർ പെയിൻറ്റിങ് ചെയ്യുന്ന ഹൈലി സ്കിൽഡായിട്ടുള്ള പെയിൻറ്റേഴ്സിനെ കൊണ്ട് അവരുടെ അക്കൗണ്ട്സ്, അതായത് അവർ ചെയ്ത സംഭാവനകൾ, രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ട് ചെയ്ത സംഭാവനകൾ, അതുപോലെ തന്നെ അവരുടെ കോട്ട കൊത്തളങ്ങളെക്കുറിച്ചൊക്കെ നല്ല പിക്ചറൈസേഷൻ ചെയ്ത് നല്ല പോർട്രേഡായിട്ടുള്ള കോട്ട് സീൻസൊക്കെ വരച്ചിട്ട് അതുപോലെ തന്നെ അവർ ബാറ്റിൽ ചെയ്യുന്നത്, അതുപോലെ ഹണ്ടിങ് നടത്തുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് പോയട്രി വർക്ക്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഈ മിനിയേച്ചർ പെയിൻറ്റേഴ്സിനെ കൊണ്ട് അവരുടെ കൊട്ടാരത്തിലെല്ലാം പ്രദർശിപ്പിച്ചിരുന്നു. ഓക്കെ. വിത്ത് ദി ഡിക്ലൈൻ ഓഫ് ദി മുഗൾ എംപയർ, മെനി പെയിൻറ്റേഴ്സ് മൂവ്ഡ് ഔട്ട് ടു ദി കോർട്സ് ഓഫ് ദി എമർജിംഗ് റീജിയണൽ സ്റ്റേറ്റ്സ്. ആസ് എ റിസൾട്ട്, മുഗൾ ആർട്ടിസ്റ്റിക് tastes influenced the regional courts of the Deccan and the Rajput courts of Rajasthan. അതായത് ഈ മുഗൾ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ മെനി പെയിൻറ്റേഴ്സ് മൂവ്ഡ് ഔട്ട് ടു ദി കോഴ്സ് ഓഫ് ദി എമർജിംഗ് റീജിയണൽ സ്റ്റേറ്റ്സ്. മറ്റു സ്ഥലങ്ങളിലേക്ക് വരെ, അതായത് ഈ പെയിൻറ്റേഴ്സ്, ഹൈലി സ്കിൽഡായിട്ടുള്ള ഈ പെയിൻറ്റേഴ്സ് മറ്റ് സ്ഥലങ്ങളിലേക്ക് വരെ പോവുകയും അങ്ങനെ പോയി അവർ ഡെക്കാൻ, അതുപോലെ രാജപുത്ത് കോർട്സ് ഓഫ് രാജസ്ഥാൻ, അവിടെയൊക്കെ അവരുടെ പെയിൻറ്റിങ്ങുകൾ വ്യാപിപ്പിക്കുകയും ചെയ്തു. അറ്റ് ദ സെയിം ടൈം ദേ റിട്ടൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ദെയർ ഡിസ്റ്റിങ്ക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. പോർട്രേറ്റ്സ് ഓഫ് റൂളേഴ്സ് ആൻഡ് കോർട്ട് സീൻസ് കെയിം ടു ബി പെയിൻറ്റഡ് ഫോളോയിങ് ദി മുഗൾ എക്സാമ്പിൾസ്. ബിസൈഡ്സ്, തീംസ് ഫ്രം മിത്തോളജി ആൻഡ് പോയട്രി വെയർ ഡെപിക്റ്റഡ് അറ്റ് സെൻറ്റേഴ്സ് സച്ച് ആസ് മേവാർ, ജോധ്പൂർ, ബുന്ദി, Kota and Kishanga. Another region that attracted miniature paintings was the Himalayan foothills around the modern day state of Himachal Pradesh. അതായത് മറ്റൊരു റീജിയൺ, ഈ മിനിയേച്ചർ പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്തിരുന്ന മറ്റൊരു റീജിയൺ ആയിരുന്നു ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയൻ, അതായത് ഇപ്പോഴത്തെ ഹിമാചൽ പ്രദേശ്. By the late 17th century, this region had developed a bold and intense style of miniature painting called basoli.
17th സെഞ്ച്വറിയിൽ ഈ റീജിയണിൽ, അതായത് ഹിമാചൽ പ്രദേശിൽ, അന്നത്തെ ഹിമാലയൻ ഫുഡ് ഹിൽസിൽ ഡെവലപ്പ് ചെയ്ത മിനിയേച്ചർ പെയിൻറ്റിങ് ആയിരുന്നു ബസോലി എന്ന് പറയുന്നത്. ഓക്കെ. ദ മോസ്റ്റ് പോപ്പുലർ ടെക്സ്റ്റ് ടു ബി പെയിൻറ്റഡ് ഹിയർ വാസ് ഭാനുദത്താസ് രസമഞ്ജരി. നാദിർ ഷാസ് invasion and the conquest of Delhi in 1739 resulted in the migration of Mughal artists to the hills to escape the uncertainties of the plains. ഇവിടുത്തെ ഏറ്റവും മോസ്റ്റ് പോപ്പുലറായിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് ഭാനുദത്താസ് രസമഞ്ജരി എന്ന് പറയുന്നത്. നാദിർ ഷാസ് ഇൻവേഷൻ ആൻഡ് ദി കോൺക്വസ്റ്റ് ഓഫ് ഡൽഹി ഇൻ 1739. നാദിർ ഷാ, ഹീ ഈസ് എ പേർഷ്യൻ റൂളർ. പേർഷ്യൻ എന്ന് പറഞ്ഞാൽ അന്ന് പേർഷ്യ എന്ന് പറയുന്നത് ഇന്ന് രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ്. പേർഷ്യൻ റൂളറായിരുന്നു നാദിർ ഷാ എന്ന് പറയുന്നത്. അദ്ദേഹം മുഗൾ എംപയർമാരുമായിട്ട് യുദ്ധം ചെയ്യുകയും അതായത് അതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായിരുന്ന പെയിൻറ്റേഴ്സൊക്കെ, അതായത് ഈ മിനിയേച്ചർ പെയിൻറ്റിങ് നടത്തുന്നവരൊക്കെ പലായനം ചെയ്യുകയും ചെയ്തു. ഹിയർ ദേ ഫൗണ്ട് റെഡി പാറ്റേൺസ് വിച്ച് ലെഡ് ടു ദി ഫൗണ്ടിങ് ഓഫ് ദി കംഗ്ര സ്കൂൾ ഓഫ് പെയിൻറ്റിങ്. ബൈ ദി മിഡ് 18th century, the Kangra artists developed a style which breathed a new spirit into miniature painting. The source of inspiration was the Vaishnavite traditions. അങ്ങനെ പലായനം ചെയ്തു വന്ന മുഗൾ ആർട്ടിസ്റ്റുകളെല്ലാം കൂടി ചേർന്നിട്ട് കംഗ്ര സ്കൂൾ ഓഫ് പെയിൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങുകയും ഹിമാചൽ പ്രദേശിൽ, അതായത് ഹിമാലയൻ ഫുഡ് ഹിൽസിൽ ആരംഭിച്ചു. ബൈ ദ മിഡ് 18th century, കംഗ്ര ആർട്ടിസ്റ്റ് ഡെവലപ്ഡ് എ സ്റ്റൈൽ വിച്ച് ബ്രീത്ത്ഡ് എ ന്യൂ സ്പിരിറ്റ് ഇൻ ടു മിനിയേച്ചർ പെയിൻറ്റിങ്. അതിന് മറ്റൊരു ഫോം കൊടുത്തു. അതായത് അതുവരെ അവലംബിച്ച് വന്നതിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് മിനിയേച്ചർ പെയിൻറ്റിങ് മാറി. ദി സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ വാസ് ദി വൈഷ്ണവിതെ ട്രഡീഷൻസ്. Soft colors including cool blues and greens and a lyrical treatment of the themes distinguished Kangra painting. കംഗ്ര പെയിൻറ്റിങ്ങിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് സോഫ്റ്റ് കളേഴ്സ് ആയിരുന്നു അതിൽ യൂസ് ചെയ്തിരുന്നത്. അതായത് ബ്ലൂ, ഗ്രീൻ മുതലായ സോഫ്റ്റ് കളേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ലിറിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് തീംസ് ഡിസ്റ്റിങ്ഷ്ഡ്, അതായത് അതുവരെ വന്നിരുന്നത് ഇവർ അവലംബിച്ചിരുന്നത് എന്തായിരുന്നു എങ്കിൽ എന്തെങ്കിലും യുദ്ധത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഇവരുടെ ഹണ്ടിങ്ങിൻ്റെ ഭാഗം അങ്ങനെയുള്ള ആർട്ടിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. അതിന് പകരം അവർ പോയട്രി വർക്ക്സുകളും കൂടെ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ കംഗ്ര പെയിൻറ്റിങ് അതുവരെ അവലംബിച്ച് വന്ന മിനിയേച്ചർ പെയിൻറ്റിങ്ങിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു. Okay. Remember that ordinary women and men painted as well as on pots, walls, floors, cloths, works of art that have occasionally survived, unlike the miniatures that were carefully preserved in places for centuries, palaces for centuries. അതായത് ഈ മിനിയേച്ചർ പെയിൻറ്റിങ്ങുകൾ ഇവരിങ്ങനെ സോഫ്റ്റ് കളേഴ്സൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരുന്ന ഈ മിനിയേച്ചർ പെയിൻറ്റിങ്ങുകൾ സെഞ്ച്വറീസായിട്ട് നിലനിന്ന് വരുന്നുണ്ട് അല്ലേ. അതിന് യാതൊരു അങ്ങനെയുള്ള പെയിൻറ്റിങ്ങൾ സാധാരണ ഈ പഴച്ചാറിൽ നിന്നും ഇല പിഴിഞ്ഞെടുത്തും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കളറുകൾ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ചായക്കൂട്ടുകൾ ഉപയോഗിച്ചാണ് ഇവർ പെയിൻറ്റിങ്ങൾ നടത്തിയിരുന്നത്. ആ പെയിൻറ്റിങ്ങൾ നൂറ്റാണ്ടുകൾ നിലനിന്നാലും അവയുടെ ഭംഗി നഷ്ടപ്പെടുന്നില്ല. അതേ അടി തന്നെ കാണപ്പെടും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ പോർഷൻ എല്ലാവർക്കും വളരെ നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. താങ്ക് യു.